ഹലോ ഗേയ്സ്, അണിമ സന്തോഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ പോകുന്നതല്ലേ? ഇതേ കുപ്പിയും കുറേ ലേസുമായിട്ട് പോകുന്നത് നമ്മൾ റൈസൂത്തിലേക്കാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇവിടെ രണ്ടാളും കൂടി ചൂണ്ടയൊക്കെ റെഡിയാക്കുവാനാട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അവധി കിട്ടി, 5 ദിവസം അവധിയായിരുന്നു. അതിൽ ഒരു ഡേ മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചു. ഒരു ഡേ അല്ല, 2 ഡേ എടുത്തു കേട്ടോ. ഒരു ഡേ മീൻ പിടിക്കുന്നതും എല്ലാം ഞാൻ ലൈവിൽ ഇതേപോലെ കാണിച്ചിട്ടുണ്ട്. ഇതിലും അത്യാവശ്യം വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻ പിടിക്കാനുള്ള വലിയ ചൂണ്ട, ചെറിയ ചൂണ്ട എന്ന് പറഞ്ഞ കണക്ക് വലിയ മീനിന് വാളയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ചൂണ്ട വേണം. ചെറിയ കുഞ്ഞൻ മത്തിയൊക്കെ കിട്ടുന്നെങ്കിൽ ചെറിയ ചൂണ്ട വേണം. അങ്ങനെ കുരുങ്ങിയല്ല കുരുക്കൊക്കെ എടുത്ത്, കൈ മുറിഞ്ഞതൊന്നും അല്ല കേട്ടോ ഈ കെട്ടി വച്ചേക്കുന്നത്. കാരണം ചൂണ്ട എടുക്കുമ്പം കയ്യിൽ കയറിക്കൊള്ളും. എപ്പോഴും വശം പുള്ളിക്കാരന് ആ ഒരു വിരൽ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ചൂണ്ട എടുക്കാനും എല്ലാത്തിനും കോർത്ത് വയ്ക്കാനും അതിൽ എല്ലാത്തിനും കൊരുപ്പിടാനൊക്കെ അതാ ഒരു വശം. അപ്പോൾ കയ്യിൽ ചൂണ്ട കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചുറ്റി വച്ചേക്കുന്നത്. കാരണം നല്ല 8ൻ്റെ പണിയാണ് ചൂണ്ട കൊണ്ട്. പലർക്കും നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ പോകുന്ന കാഴ്ചകളായിട്ടോ. ഞങ്ങളിത് അവിടെയാണ് പോകുന്നത്. നല്ല ലൈറ്റ് വെട്ടമല്ലേ. 6 മണിയായപ്പോഴാണ് ഞങ്ങൾ പോയത്. എങ്കിൽ എന്ത് മനോഹരമായ കാഴ്ച തന്നെയാണ്. പല ആൾക്കാരും ഇതേപോലെ ഇവിടെ വന്ന് മീൻ പിടിക്കാറുണ്ട്. ഒരവധി കിട്ടുമ്പം എല്ലാവരുടെയും സന്തോഷം ഇത് തന്നെയാണ്. കാരണം റൂമിൽ തന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഡെയിലി. അപ്പോൾ ആ ഒരു സമയം ഇതേപോലെയുള്ള ഇങ്ങനെ പുറത്ത് പോക്കൽ, ഇതേപോലെ മീൻ പിടിക്കാൻ പോക്കൽ, അങ്ങനെയൊക്കെ ആകുമ്പം ഒരു നല്ല എന്ന് അവധി കിട്ടിയാലും ഞങ്ങൾ ഓടിയെത്തുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഏട്ടന് മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം ഇതേപോലെ ഇവിടെ വന്ന് മീനൊക്കെ പിടിക്കും. എത്രത്തോളം മീൻ കിട്ടുന്നു അത്രത്തോളം ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും കേട്ടോ. മീൻ എപ്പം കിട്ടാതിരിക്കുന്നു അന്നാണ് പോകുന്നത്. ഒരു ബക്കറ്റുമായിട്ട് വരും. ബക്കറ്റ് അരയോളം ഞങ്ങൾ പിടിക്കാറുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ മീൻ പിടിക്കുന്ന വീഡിയോ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ക്ലിയറൊന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം അന്നേരം നൈറ്റാണ് വന്നത്. നൈറ്റാണ് സാധാരണ മീൻ നമ്മൾ കിട്ടാറുള്ളത്. ഇത് നമ്മൾ 6 മണിക്ക് വന്നു. 6 മണിക്ക് വന്നെങ്കിൽ 1-2 കിട്ടിയോളൂ. കുറച്ചും കൂടി ലേറ്റായി. ഒരു 7:30 ആയപ്പോഴാണ് മീനുകൾ കിട്ടാൻ തുടങ്ങിയത്. ഞാൻ ഇതേപോലെ ലൈവ് ഇട്ട നേരത്തും ഇതേപോലെ ഇവിടുത്തെ കാഴ്ചകൾ, മീൻ പിടിക്കുന്നത് എല്ലാം അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വീഡിയോ എടുത്തില്ല, ലൈവിൽ തന്നെ കാണിച്ചു. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ വന്നതാണ് കേട്ടോ. അന്നേരം ഞാൻ വീഡിയോ എടുത്തതാണ്. മനോഹരമായ സ്ഥലമല്ലേ നമ്മുടെ സലാല റൈസൂത്ത്. പിന്നെ മക്കൾ കുറച്ച് നേരം ഈ ബോട്ടിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഇപ്പം ഇതൊക്കെ വെള്ളം വേലിയിറക്കാണ് കേട്ടോ. അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുക.
അവരവിടെ മീൻ പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേറൊന്നും നോക്കിയില്ല. കുറച്ച് സെൽഫി എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ മീൻ പിടിക്കുന്നത് നോക്കിയിട്ട് പിന്നെ ഫസ്റ്റിലേക്ക് മീൻ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഒന്ന് കിട്ടിയുള്ളൂ, പിന്നെ രണ്ടാമതും കിട്ടി, മൂന്നാമതും കിട്ടി. പിന്നെ നന്നൂസ് ആയി പോവാം മതി എന്ന്. കാരണം മക്കൾക്കും ഒരു മുഷുവ കുറേ നേരം പിന്നെ ഓടിക്കളിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹാപ്പി ആട്ടോ. പിന്നെ ഞാനും നന്നൂസും കൂടെയൊക്കെ വർത്താനം പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. മീൻ കിട്ടി. മീനിൻ്റെ പേര് മാത്രം അറിയില്ല കേട്ടോ. വാളയും കിട്ടി, കുഞ്ഞ മത്തി ഉണ്ടായിരുന്നേ, അതും കിട്ടിയായിരുന്നു. പിന്നെ ഇതൊരു യെല്ലോ കളർ മീനാണ്. നല്ല ഭംഗി കേട്ടോ കാണാൻ. പുറമേ യെല്ലോ കളർ, പിന്നെ റൗണ്ടിന് ഒരു ബ്ലാക്ക് റൗണ്ട് പോലെ ഡോട്ട് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇത് വറുക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. വറുത്തപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് റേഞ്ച് ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണുന്നവർ. ഞങ്ങൾ ഇതിൽ കൊരുത്തിട്ടേക്കുന്നത് നമ്മുടെ കണവയാണ് കേട്ടോ, കൂന്തൽ. അതാണ് ഇതിൽ കൊരുത്തിട്ട് കേട്ടോ. ഈ കുരുപ്പിൽ ഈ അവധി ദിവസം സാധാരണ ഇവിടെ ഫുൾ നിൽക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടത്തില്ല, അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. ഞങ്ങൾ പോയത് വ്യാഴാഴ്ച ദിവസമായിരുന്നു. വ്യാഴാഴ്ച ദിവസം വൈകിട്ടാണ് പോയത് കേട്ടോ. ഇവർക്ക് 5 ദിവസം പെരുന്നാളിൻ്റെ അവധി ഉണ്ടല്ലോ. അപ്പം ബൈക്കെല്ലാവരും നല്ല തിരക്കായിരുന്നായിരിക്കും. പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല ആളായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഇതേപോലെ വന്നപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ അവധി ദിവസം 3 ദിവസം ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നായിരുന്നു. ഒരു ദിവസമാണ് ഞാൻ ഈ ടൈമിൽ ഞാൻ ലൈവ് ഇട്ടത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ മീൻ പിടിക്കാൻ അപ്പുറം സൈഡിൽ പോയി. ഇവിടെ നിന്ന് കുറച്ച് മീനൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പുറം സൈഡിലോട്ട് വന്നു. ഈ സൈഡിൽ നമുക്ക് വാള കിട്ടി കേട്ടോ. ഒരൊറ്റ വാള കിട്ടി. വാള കിട്ടാൻ എന്തായാലും ഒരു ലൈറ്റ് വേണം. ലൈറ്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ചെറിയൊരു ക്യൂ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് അന്നേരം ഉണ്ടായിരുന്നു, പക്ഷെ അത് കത്തുന്നില്ലായിരുന്നു. പിന്നെ പോയി ചെറിയ ലൈറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതേപോലെ ഇട്ടപ്പം ഒരു വാള കിട്ടി. വാള സീസൺ അല്ലായിരുന്നു. ഒരു വാള കിട്ടിയായിരുന്നു. അന്നൂസ് പറയുന്നത് മീൻ കിട്ടിയല്ലോ മതി പോകാമെന്ന് കാരണം അവർക്ക് ഓടിക്കളിക്കാനും പറ്റത്തില്ല. വെള്ളപ്പുറം ഇപ്പം വെള്ളമാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കളിക്കാനും ആരുമില്ല. മൊബൈൽ കളിക്കാൻ കൊടുത്തുന്നാലും പോരുതന്നെ വിഷമത്തിൽ അന്വേഷിച്ച് നിൽക്കുക കേട്ടോ. മീൻ ഒരെണ്ണം കിട്ടിയാൽ പിന്നെ മീൻ എന്തായാലും മീൻ കിട്ടിയാൽ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കും, പിന്നെ പോകത്തില്ല. എന്നും ഇതാണ് അവസ്ഥ. പിന്നെ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കിട്ടിയ വാള ഇതേ ക്ലീൻ ആക്കും കേട്ടോ. വാളയും ചെറിയ മീൻ ആദ്യമേ തന്നെ ക്ലീനാക്കി. അന്നേരം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാരണം വന്ന് അവിടുത്തെ കാറ്റും എല്ലാം കൊണ്ട് മക്കളെയൊക്കെ റെഡിയാക്കി കുറേ നേരം അവിടെ നിന്നില്ലേ. അപ്പോൾ അവരെ കുടിയൊക്കെ കഴിഞ്ഞു. അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് നന്നൂസിന് വന്നോടനെ കൊടുത്തായിരുന്നു കേട്ടോ. കാരണം അവിടെ നല്ല വിശന്ന് കുറേ ലേസ് കഴിച്ചിങ്ങനെ വയറിന് മീറ്റിൽ. പിന്നെ അതേ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ദേ മീനും കൊണ്ടുവന്ന് ക്ലീനാക്കി നന്നായിട്ട് കഴുകി അതിൽ മുളകും കുരുമുളകും ഉപ്പും എല്ലാം ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി ദേ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ മത്തി, അതിൽ നിന്ന് കുറച്ച് മത്തി തീരെ ചെറുതായിരുന്നു കേട്ടോ. നമുക്ക് പീര വയ്ക്കാൻ സൂപ്പറായിരുന്നു മത്തി കേട്ടോ. പീര വയ്ക്കാൻ എടുത്തൊന്നുമില്ല, അതിൽ നിന്ന് എടുത്ത വാള എടുത്ത് കട്ട് ചെയ്ത് വച്ചു പിറ്റുന്ന കറി വയ്ക്കാൻ വേണ്ടി. പിന്നെ അതിൽ നിന്ന് മീൻ വറുത്ത്. മീനിൻ്റെ പേരെന്തെന്നറിയില്ല, എന്തായാലും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്നും ഇത്രയും മീൻ കിട്ടത്തില്ല. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 2 മീൻ വരെ കിട്ടിയ ദിവസമുണ്ട് കേട്ടോ. ചില ടൈമിന് നല്ല ടൈമിങ് നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടും. അങ്ങനെ അത് മീൻ പിടിച്ചു വന്ന് പൊറോട്ടയും മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. മീനും വറുത്തതേ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ പേരറിയുന്നവർ കമൻ്റ് ഇടണം കേട്ടോ. അപ്പോഴെ തന്നെ പിടിച്ച് ഇതേപോലെ വറുത്തെടുത്ത് കഴിക്കുന്ന ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. ഫ്രഷ് മീൻ എപ്പോഴും ഫ്രഷ് മീൻ തന്നെയാണ് ടേസ്റ്റ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫിഷിൻ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.